Justice Raja, Justice Raja, Justice Raja, Justice Raja. കഥ ഇന്നും ഒന്നല്ലോ, കഥ കാര്യമാകില്ലേ, ഇതുപോലെ അന്നും ഇന്നും നിങ്ങൾ അറിഞ്ഞതാകില്ല. കഥ ഇന്നും ഒന്നല്ലോ, കഥ കാര്യമാകില്ലേ, ഇതുപോലെ അന്നും ഇന്നും നിങ്ങൾ അറിഞ്ഞതാകില്ല. കണ്ടു നോക്കി നിന്നതെ ചൊല്ലിപ്പോകില്ല, ഇത് കണ്ടു നിന്നാലെന്നും ചുമ്മാ ഒരു തമാശയ്ക്ക്. Justice Raja, Justice Raja. കാലദേശമില്ല, കളിയാടിയതാണ് മുന്നിൽ, വീട്ടുകാരും നാട്ടുകാരും ഒന്നു ചേർന്നു നിന്നു. കാലദേശമില്ല, കളിയാടിയതാണ് മുന്നിൽ, വീട്ടുകാരും നാട്ടുകാരും ഒന്നു ചേർന്നു നിന്നു. കലികാലത്തിൽ പല കോലത്തിൽ ഇവർ കോലം കെട്ടിയ കൂട്ടരുമൊത്ത് പാടി നടക്കുന്നേ. Justice Raja, Justice Raja. കഥ ഇന്നും ഒന്നല്ലോ, കഥ കാര്യമാകില്ലേ, ഇതുപോലെ അന്നും ഇന്നും നിങ്ങൾ അറിഞ്ഞതാകില്ല. കണ്ടു നോക്കി നിന്നതെ ചൊല്ലിപ്പോകില്ല, ഇത് കണ്ടു നിന്നാലെന്നും ചുമ്മാ ഒരു തമാശയ്ക്ക്. Justice Raja, Justice Raja. സാറേ, കരം കെട്ടാൻ വന്നതാ. ഞാൻ കരം കെട്ടിയായിരിക്കുന്ന. നാളെ ആ ബുക്ക് തീർന്നു പോയി. ഇന്നലെ വന്നപ്പോഴിതാ പറഞ്ഞത് ബുക്ക് തീർന്നു പോയി, നാളെ വന്നു. അതുകൊണ്ട് കാലത്തെ ഇങ്ങോട്ട് വന്നത്. എന്നാ പോയിട്ട് മറ്റന്നാവാ. മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഇന്ന് കരം കെട്ടിട്ടേ പോവൂ. ചുമ്മാ ഉടക്കാനാണ് പദ്ധതിയെങ്കിലേ അന്റെ കരം ഞാൻ കെട്ടും, ആ ജന്നലില്. എന്നിട്ട് പോലീസിനെയും വിളിക്കും. ചുമ്മാ പേടിപ്പിക്കല്ലേ. സാറ് ജോലിയും കഴിഞ്ഞ് എന്റെ വീടിന്റെ മുമ്പിലൂടെയാ പോകുന്നത്, അത് ഓർമ്മ വേണം. എന്റെ പൊന്നു സഹോദര, ബുക്ക് വരുമ്പോ എന്റെ വീട്ടിൽ വന്ന് ഞാൻ കരം കെട്ടും. ഇപ്പൊ സമാനായിട്ട് പോ. ആ പോ ഏറ്റല്ലോ. പിന്നെ ഏക്കാണ്ട് വെളുപ്പിനെ കെട്ടിയെടുക്കും പണ്ടാരം അടങ്ങാൻ. സാറേ, പോക്കൂലിന്റെ കാര്യത്തിന് വന്നതാ. അവിടെ സാറേ, എന്റെ പുരയിടത്തിന്റെ പോക്കൊരുവിന്റെ കാര്യം എന്തായി? അത് അടുത്ത ആഴ്ച വാ. ഇത് പറഞ്ഞ് എന്നെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 4 ആയി. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ഓഫീസിലേക്കുള്ള ഇതിനായിട്ടുള്ള വരവും പോക്കുമാണ് പോക്ക് വരവെന്ന്. ആള് വലിയ തമാശക്കാരനാന്നല്ലോ. വല്ല കോമഡി ഷോയിലും പോയി മത്സരിക്കും, ചിലപ്പോ പ്ലാറ്റ് കിട്ടും. നോക്കിക്കോ, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. പോയി കംപ്ലൈന്റ്. നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. ദൈവത്തിന് ഇപ്പൊ ഇതന്നല്ലേ തൊഴില്. പിന്നെ ദൈവത്തിന് ഇപ്പൊ ചോദിക്കാനല്ലേ സമയം. അങ്ങനെ ചോദിക്കാനാണെങ്കിലേ ചോദിച്ചിപ്പോ അങ്ങ് മുടിഞ്ഞേനെ. സാറേ, ആടെ കൊടുക്ക്. ആ മാഡം, ചായ. പഞ്ചാര കൂടുതലിട്ടോ? പിന്നെ എനിക്കറിയത്തില്ലേ മാഡത്തിന് പഞ്ചസാര കൂടുതലാണെന്ന്. എനിക്കങ്ങനെ പലതും കൂടുതൽ കാണും. അത് നിനക്കെന്താ? സരളേ, ഇതൊരു സർക്കാർ ഓഫീസാ, അത് മറക്കണ്ട. അയ്യോ സോറി സാർ. സാക്ഷാൽ ജസ്റ്റിസ് രാജ് എവിടെ ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ഇനി മേലിൽ ആവർത്തിക്കില്ല സാർ. മേഡം നല്ല മൂഡിലാന്നല്ലോ. സാറേ, എന്റെ ബാധ്യത. തനിക്ക് എന്ത് ബാധ്യത ഉണ്ടായി എനിക്കെന്താടോ? തന്റെ ബാധ്യതയെല്ലാം ഞാനാണോ തീക്കേണ്ടത്? അതല്ല സാറേ, എന്റെ ബാധ്യത സർട്ടിഫിക്കറ്റിന്റെ കാര്യ ചോദിച്ചത്. അങ്ങനെ പറ. അതിന് വില്ലേജ് ഓഫീസർ വരണം. മണി 11 ആയിട്ടുള്ളൂ. നിങ്ങൾ വെയിറ്റ് എന്ന് വന്നാൽ ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ല. വില്ലേജ് ഓഫീസർ അഥവാ ഉച്ചക്കെങ്ങാനും വന്ന അപ്പൊ തന്നെ പോവുകയും ചെയ്യും. നടന്നേ എന്റെ കാലില് നീര് വന്നു. താനെന്താടോ ഓഫീസറുടെ ഹാജരെടുക്കാൻ വന്ന? സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തന്റെ ബാധ്യത എങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അയ്യോ, ഞാനതങ്ങനെയൊന്നും പറഞ്ഞതല്ല സാറേ. എന്താ ജമാലേത്, താൻ കസ്റ്റമേഴ്സിനെ വരട്ടുക? എന്തെന്ന് കസ്റ്റമറാ? പിന്നല്ലാതെ. എടോ, ഈ വരുന്നവരെ സേവിക്കാനാ നമുക്ക് ശമ്പളവും തന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാല് ഇവരുടെ ജോലിക്കാരാ നമ്മള്. അറിയുമോ, വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഗവൺമെന്റ് ഓഫീസിൽ വരുന്നവരെ കസ്റ്റമർ എന്ന് വിളിച്ച് ബഹുമാനത്തോടെ ഇടപെടുന്നത്.
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഓരോ അവസ്ഥകളെ. ആ ജമാലോ, ഇരിക്കെ. എന്താടോ ജസ്റ്റിസ് എന്നൊരു വലിയൊരു ഗൗരവം? അത് പതിവുള്ളതാ സാർ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഉടക്ക. ചിലപ്പോഴേ പൈൽസിന്റെ സൂക്കേട് വല്ലതും കാണും. അതല്ല പിന്നെ ഇതൊരു തരം ഈഗോയാ. അങ്ങനെ ഒരു വലിയ വിവരമുള്ള ആളും നമ്മളെല്ലാം വെറും ഊപ്പകള്. അതൊക്കെ വെച്ചുള്ള ഒരു തരം കോംപ്ലക്സാ സാറേ ഇങ്ങനെ പുറത്തു വരുന്നത്. മനുഷ്യന് സമാധാനമായിട്ട് 4 കാശുണ്ടാക്കി ജീവിക്കാൻ അയാൾ ഇവിടെ തടസ്സമാ. ഞാൻ അന്നേ സാറിനോട് പറഞ്ഞതല്ലേ അയാൾ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്ക്. വരട്ടടോ, പറ്റിയ സമയം വരും. സാറിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇതൊക്കെ ഈസിയാ സാർ. സാറ് തന്നെ ഡീൽ ചെയ്യണം. സാറിന്റെ ബാധ്യത സർട്ടിഫിക്കറ്റ്. മിസ്റ്റർ രാമൻ അല്ലേ? അതെ. നിങ്ങളുടെ പ്രമാണത്തിൽ ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മുന്നാധാരം കൂടെ കൊണ്ടുവാ. അയ്യോ സാറേ, എന്റെ അച്ഛന്റെ കാലം മുതലേ ഞങ്ങൾ താമസിച്ചു വരുന്ന വസ്തു അത്. 10-75 കൊല്ലത്തിനു മുമ്പേ പ്രമാണമായതാ. മുന്നാധാരമൊന്നും കയ്യിലില്ല. അതിന്റെ പകർപ്പെടുക്കാമല്ലോ. മുമ്പ് ഞാനൊന്ന് ശ്രമിച്ചതാ. രജിസ്റ്റർ ഓഫീസിൽ കുറേ നടന്നതാ. ആ പിന്നെ മുന്നാധാരമില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ സാറേ. ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം അവിടെ സഹകരണ ബാങ്കിൽ പണയം വെക്കാൻ. അപ്പോ നല്ല തുകയല്ലേ കയ്യിൽ വരാൻ പോണത്? അത് കിട്ടിയാലും കാര്യങ്ങളൊന്നും ശരിയാവില്ല സാറേ. എന്റെ മൂത്ത മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിനാണ് ലോൺ എടുക്കുന്നത്. തനിക്ക് എത്ര മക്കളുണ്ട്? 4. മൂത്തതിന്റെ കല്യാണമാണ് ഇപ്പൊ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവൾക്ക് താഴെയുള്ളതും 3 പെണ്ണാ. ആരാ പറഞ്ഞത് നമ്മുടെ നാട്ടിലിപ്പോ പെൺകുട്ടികൾ കുറവാണെന്ന്? കണ്ടില്ലേ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് 4 എണ്ണം. സാർ അതുകൊണ്ട് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി തരണം. താൻ എന്താണോ ഈ പറയുന്നത്? അങ്ങനെ ചുമ്മാ എഴുതി തരാനുള്ളതാണോ ഈ സർട്ടിഫിക്കറ്റ്? അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ജമാലേ, താനിങ് വന്നു വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. സാർ വളരെ ഉപകാരം സാർ. എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. പിന്നെ മുന്നാധാരമില്ലാത്ത പ്രമാണമാണ്, അത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സാറേ. ശരി പോട്ടെ സാറേ. ജമാലേ, വല്ലതും നടക്കുന്ന കേസാണോടോ ഇത്? കണ്ടിട്ട് അത്തപ്പാടി ടീമാ. എടോ ജമാലേ, അതെന്തായാലും നമുക്കെന്താ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും വേണ്ടേ പണം? അത് തന്നെയാണ് സാർ എനിക്കും പറയാനുള്ളത്. എന്റെ ഡ്യൂട്ടി ഇപ്പൊ കൂടുതല. സാറതൊന്ന് ഗവനിക്കണം. ജമാലേ, ഈ പുഷ്പിക്കൽ എന്നോട് വേണോ? ഞാൻ വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ വന്നതാ. നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി? 14 വർഷമായി. ഓ, എന്നിട്ട് ഇപ്പോഴാണോ അപേക്ഷിക്കുന്നത്? ഈ 14 വർഷവും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഓ, അത് ശരി. എവിടെ ആയിരുന്നു? സെൻട്രൽ ജയിലിലായി. എന്റെ ഭർത്താവിനെ കൊന്ന കുറ്റത്തിന് ഞാൻ അകത്തായിരുന്നു. ജമാലേ, ഇവരുടെ വിധവാ പെൻഷന്റെ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ശരിയായിക്കൊടു. ശരി സഹോദരി, എല്ലാം ശരിയാവും. പോകുന്ന വഴിക്ക് ആ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും SLCയോ SFCയോ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് കഴിച്ചേക്ക്.
ജമാലേ, ജമാലേ. ഇതാ ചേട്ടാ 3 വർഷത്തെ അധ്വാനത്തിന്റെ റിസൾട്ട്. BCA ഫൈനൽ മാർക്ക് ലിസ്റ്റ്. കൊള്ളാം കേട്ടോ. എനിക്കൊന്നും പിടികിട്ടില്ല. പിടിയിട്ടാൻ എന്താ, ഗ്രേഡ് അല്ലേ? അതെങ്ങനെയാ? മലയാളം ഭാഷല്ലേ, കുറച്ച് താമസിച്ചേ മനസ്സിലാവൂ. 1ാം ഗ്രേഡ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞാ ചെലപ്പോ മനസ്സിലാവും. കുഞ്ഞു പെങ്ങള് പാസ്സായിന്റെ ലഡു. നിങ്ങൾ ആ റിമോട്ടിങ് നന്നേ. നമ്മുടെ ജയ്ഹിന്ദ് ടിവിയില് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കും. എന്തോന്ന് വാർത്ത? വല്ലവനും വല്ലതും ചെയ്യുന്നതിന് നമുക്കെന്ത് വേണം? വല്ല ശമ്പള പരിഷ്കരണമോ DA വർധനവോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ നമ്മളെ അഭിനന്ദനങ്ങൾ. കഷ്ടം. BCA പാസ്സായെന്ന് കേൾക്കുമ്പോഴെങ്കിലും ഒരു കൺഗ്രാറ്റ്സ് പറയണ്ടേ ചേട്ടാ. മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണ്ടേ? ഇത്രയും സ്റ്റാൻഡേർഡ് കൊണ്ട് നിന്നെയും മോനെയും ഒക്കെ അന്തസ്സായിട്ട് നോക്കുന്നില്ലേടി? അതുപോലെ മോള് പറ, ഇനി എന്താ പ്ലാൻ? ബാങ്ക് ടെസ്റ്റ്, LDC, ലൈഫ് ഇൻഷുറൻസ്, എന്തെങ്കിലും കോച്ചിങ് ക്ലാസ്സുകള്? ഒന്നുമില്ല. BCA കൊണ്ട് ഒരു ഗുണവുമില്ല. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ഇതാ 3 വർഷം മുമ്പ് തോന്നിയിരുന്നെങ്കിൽ അത്രയും പണവും ലാഭം, സമയവും ലാഭം. അടിസ്ഥാന വിദ്യാഭ്യാസമായി ഇനി എവിടെയെങ്കിലും കൊള്ളാവുന്ന ലഡ്ഡു പോലുള്ള പയ്യനെ നോക്കണം. പയ്യനെയോ? എന്തിനാ? എനിക്ക് എടുത്തോണ്ട് നടക്കാനോ? എന്റെ പൊന്നു കുഞ്ഞേ, നീ വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. ചെറുക്കൻ എത്ര വേണമെങ്കിലും കിട്ടും. നട്ടല് നിവർന്ന് നിൽക്കണോ? സ്വന്തമായിട്ടൊരു ജോലിയെങ്കിലും വേണം. ബാക്കിയുള്ളവർക്ക് പറ്റിയത് നിനക്കെങ്കിലും ഉണ്ടാകാതെ സൂക്ഷിക്ക്. എനിക്ക് MCAക്ക് തന്നെ പോണം. മോളെ ഏകജാലകത്തിലൂടെ അപേക്ഷിക്ക്. ഏതെങ്കിലും ഗവൺമെന്റ് കോളേജിലോ മാനേജ്മെന്റ് കോളേജിലോ കിട്ടും. അത് വേണ്ട, ഫാക്കൽറ്റി മോശമാ. എനിക്ക് ഞാൻ പഠിച്ച സെൽഫ് ഫിനാൻസിങ്ങിൽ തന്നെ പഠിച്ചാൽ മതി. അല്ല മോളെ, ഗവൺമെന്റും മാനേജ്മെന്റും മോശമാണോടി? അവിടുത്തെ സാറുമാരുടെ വിവരം വേറെ എവിടെങ്കിലും കിട്ടുമോ? ഈ സാറുമാരെ ഈ പറഞ്ഞ കോളേജിൽ കാണാൻ കിട്ടുമോ? അതിനെന്താ, നീ നേരത്തെ പഠിച്ച കോളേജിൽ തന്നെ പഠിക്കാം. ഇത്തവണ ഫീസൊക്കെ കുറച്ച് കൂടുതലാ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് 25,000 രൂപ എക്സ്ട്രാ ആവും. അയ്യോ, ഡൊണേഷന്, പിന്നെ ഫീസ്, ലാബ്, ലൈബ്രറി എന്ന് വേണ്ട സകലതും കഴിഞ്ഞ് എന്ത് ഇൻഫ്രാസ്ട്രക്ചർ? അതാ പറഞ്ഞത്, സർക്കാർ സ്ഥാപനത്തിൽ പഠിച്ചാൽ മതിയെന്ന്. എന്റെ കൂട്ടുകാരെല്ലാം പഴയ കോളേജിൽ തന്നെയാ പഠിക്കുന്നത്. അതാ കാര്യം, അതാ ഐഡി മോളെ. അപ്പൊ പഠിത്തമല്ല ചങ്ങാത്തമാ കാര്യം. ഇനി പഠിക്കണ്ടെങ്കിൽ ചേട്ടൻ പറ, ഞാൻ നമ്മുടെ വീട്ടിൽ പോയി നിന്നോളാം. അതെ, ആദർശം ധീരനായ ജസ്റ്റിസ് രാജ കൈക്കൂലിക്കെതിരാ. പക്ഷേ പെങ്ങളെ പഠിപ്പിക്കുന്നത് കൈക്കൂലി കൊടുത്തിട്ട്. ആദർശവേ, പ്രസംഗത്തിൽ മാത്രം പോരാ, പ്രവർത്തിച്ചിട്ട്. സാറേ, നമസ്കാരം സാറേ. താനെന്താ ഇവിടെ? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്നത് സാറ് കാണുന്നുണ്ടല്ലോ. അതിന് എനിക്കാകെ 5 സെന്റ് വസ്തുവുള്ളൂ സാറേ. അതിലൊരു പഴയ വീടും. എന്റെ മൂത്തുമോളുടെ കല്യാണം നടത്താൻ വേറെ ഒരു വഴിയുമില്ല. ലോൺ വാങ്ങാൻ വേണ്ടി കിടന്ന് ഓടുകയാണ്. ബാധ്യത സർട്ടിഫിക്കറ്റും മറ്റു പലതും കിട്ടിയാലേ അത് നടക്കുകയുള്ളൂ. അതൊക്കെ താൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ അവസ്ഥ വെറും മോശമാണ് സാറേ. കൈക്കൂലി കൊടുക്കാൻ എന്റെ ഒരു നിവൃത്തിയുമില്ല. സാർ ഇടപെട്ട് ഇതൊന്ന് ശരിയാക്കി തന്നു എന്നെ ഒന്ന് സഹായിക്കണം സാറേ. കരയാതെ എടോ, താൻ അടക്കമുള്ള പൊതുജനങ്ങളാണ് ഈ രാജ്യത്തിന്റെ സകല കുഴപ്പത്തിനും കാരണം. എന്തൊക്കെ അനുഭവിച്ചാലും പ്രതികരിക്കത്തില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം. തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? അയ്യോ സാറേ, എന്നെ ഒന്ന് സഹായിക്കണം സാറേ. താൻ ഇങ്ങോട്ട് വാ.
അതെ അതെ ആരാ ഉറങ്ങിയോ? ഞാനാ. അതെ, ഡൊണേഷൻ കൊടുത്ത് ഐശ്വര്യ പഠിപ്പിക്കാൻ പോകണം. ഈ പാതിരാത്രിക്ക് എന്തായാലും പഠിപ്പിക്കുന്നില്ല. നീ കിടന്ന് ഉറങ്ങാൻ നോക്കൂ അച്ഛാ. എന്റെ ഉറക്കം പോയി. നിനക്ക് എന്തോന്ന് വേണം? നിങ്ങളുടെ ഒരാളുടെ വരുമാനം കൊണ്ടാ ഇവിടം കഴിഞ്ഞു പോന്നേ. ഇങ്ങനെയെങ്കിലൊക്കെ കഴിയാൻ പറ്റുന്നില്ലോടി. നമുക്കൊരു മോനുള്ളത് നാളെ വളർന്നു വരുമ്പോ പഠിപ്പിക്കണ്ടേ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ദൂരത്തെ വഴി നേരത്തെ കാണണമെന്നാ. നിങ്ങൾ ഐശ്വര്യ പഠിപ്പിക്കാൻ കൊടുക്കുന്നതേ കൈക്കൂലിയാ. ദേ, ആദർശധീരനായ നിങ്ങള് സ്വാശ്രയ സ്ഥാപനത്തില് പഠിപ്പിക്കുന്നത് തന്നെ തെറ്റാ. ശരിയും തെറ്റൊന്നും അവളുടെ കാര്യത്തിൽ നോക്കണ്ട. അപ്പൊ ഞാനും എന്റെ കുഞ്ഞും അത് കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? എടി, എനിക്ക് 10 വയസ്സുള്ളപ്പോ അവക്ക് 2 വയസ്സാ. അനിയത്തിയല്ല, മകളാവളെനിക്ക്. എന്റെ ലക്ഷ്മിക്കുട്ടി, ഈ കൂടപ്പറപ്പെന്നൊക്കെ പറയുന്നത് വേറൊരു വികാരമാണ്. പിന്നെന്തിനാ എന്നെ പ്രേമിച്ചു കെട്ടിയത്? ഈ പ്രേമിച്ചു കെട്ടുന്ന എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. എടി, ഞാൻ നിന്നെ മോനൊക്കെ എന്നാടി കണ്ടത്? അതുകൊണ്ട് കൂടപ്പറപ്പിനുള്ള സ്നേഹം കുറയൂടി. നീ കിടന്നുറങ്ങടി മണ്ടിപ്പെണ്ണെ. നീ ചുമ്മാ ചെലവ് കൂട്ടാതെ കിടന്നു ഉറങ്ങും പെണ്ണെ. ഒന്ന് പോണെന്ന് ഇപ്പഴും പയ്യനാന്ന വിചാരം. വയസ്സ് 19 ഓ, ഇങ്ങനെ പോത്ത് പോലെ കിടന്നിറങ്ങിയ ഒരു ചെലവും കൂടില്ല. അതെ, ഉറങ്ങിയോ? ഞാൻ ഈ രാത്രിയിൽ ഇനി എന്തോ വേണം. അതെ, വൈകുന്നേരം ഒരാള് വന്ന എന്തിനാ? അതെന്തെങ്കിലും ആകട്ടെ എന്റെ ഈശ്വര. ഉറങ്ങാൻ നോക്കൂ അച്ഛേ. നീക്കടാ. ഒന്നുകൊണ്ട് മാറ്. പിന്നത്തില്ലേ? മാറ് കേട്ടാ. തെല്ലാതെ. Don't touch. സാറേ, സാറേ, പറഞ്ഞതുപോലെ അപേക്ഷയൊക്കെ ശരിയാക്കിയോ? എല്ലാം ശരിയാക്കി സാർ. സ്റ്റാമ്പിന്റെ കാര്യവും എല്ലാം റെഡിയാണ് സാർ. അപേക്ഷ ഇങ്ങതാ. ഓഫീസറാകത്തുണ്ട്. നീ നേരിട്ട് കൊടുത്താ മതി. എന്റെ പൊന്ന് മണ്ണണിക്കോണം വിനോദേ, അതൊക്കെ ഞാൻ അങ്ങ് ശരിയാക്കി തരാമെന്നേ. അതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. 36 നമ്പർ ഭൂമിയല്ലേ, അതൊക്കെ ഞാൻ ശരിയായിക്കൊള്ളാം. സാർ, ഇദ്ദേഹം പുതിയ അപേക്ഷ എല്ലാം ശരിയായി കൊണ്ട് വന്നിട്ടുണ്ട്. അതും കൊടുത്തേക്ക്. തനിക്കിതൊക്കെ അങ്ങ് നേരത്തെ ആകാമായിരുന്നില്ലേ? കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. ജമാലെ, ഈ രാമന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ അങ്ങ് റെഡിയായി കൊടുക്കുക. ഞാൻ തന്നെ ശരിയാക്കാം സാർ. ഒന്നും പേടിക്കണ്ട, എല്ലാം റെഡി. ഇന്ന് തന്നെ ശരിയാക്കാം. ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് പുറത്തിറങ്ങിയില്ലേ? We are from Vigilance. അയ്യോ ജമാലേ, രാമൻ നമുക്ക് പണിയെന്നാ തോന്നണം ജമാലേ. രാമൻ നമുക്ക് പണിഞ്ഞെന്നാ തോന്നുന്നു. അയ്യോ, ജമാലേ,
അയ്യോ ജമാലെ ജമാലെ ഇതിലെ നമ്പറും നോട്ടിലെ സീരിയൽ നമ്പറും സെയിം ആണല്ലോ. OFE 550508. ജമാലെ ഞാൻ ഒറ്റയ്ക്കായോ ജമാലെ? ഞാൻ പോയി. OFE 550508 സെയിം ആണ്. എനിക്കൊന്നും അറിയില്ല മാഡം. അയ്യോ എന്താ ചേട്ടാ സന്തോഷമായില്ലേ? വളരെ സന്തോഷമായി. എന്തായാലും നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തി. അതാണ് ചേട്ടാ വിജിലൻസ്. വലിയ നന്ദിയുണ്ട് സാറേ, വലിയ നന്ദി. പിന്നെ നന്ദി മാത്രം പോരാ, നമുക്കുള്ള വിഹിതമേ അങ്ങ് എത്തിച്ചേക്കണം. രാമനങ്ങെത്തിച്ചില്ലെങ്കിൽ ഞാനങ്ങെത്തിക്കും. അതാണ് ഉൽപ്പലാഷൻ വില്ലേജ് ഓഫീസറുടെ ബുദ്ധി. ബുദ്ധിമാന്മാർ തിരക്കിട്ട് നടക്കുന്ന ഇക്കാലത്ത് അല്പം ബുദ്ധി കാട്ടാമെന്ന് വെച്ചാൽ ഇതുപോലെ അപകാസ്യനാവുകയാവും ഫലം. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെന്നോ വേലി തന്നെ വിളവ് തിന്നുന്നെന്നോ ഒക്കെ സ്വയം പറഞ്ഞ് സമാധാനിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ?